യേഷു മൂഢ വിഷയേഷു ബദ്ധാഹ. അത് സാധാരണ കാണുന്നതായ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഭവത്തിന് വേണ്ടുന്നതായ പദാർത്ഥങ്ങൾ, ഉപയോഗത്തിന് വേണ്ടുന്നതായ പദാർത്ഥങ്ങൾ, ചാപ്പാടിന് വേണ്ടുന്നതായ പദാർത്ഥമായാലും ശരി, ക്ലാസ്സായാലും ശരി, ക്ലാസ്സായാലും ശരി, വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത്. വിഷയേഷു ബദ്ധാഹ, ഇത് വേണം ഇത് വേണം, ഒന്ന് കാറ് മേടിക്കണം, അല്ലെ ബസ് മേടിക്കണം, അല്ലെ അത് വേണം ഇത് വേണം വിചാരിക്കുന്നതുകൊണ്ട് ബന്ധിക്കുന്നതുകൊണ്ട് രാഗോരുപാസേന സുദുർദ്ധമേന, അത് പാസം രാഗം എന്നുള്ളതായതുകൊണ്ട് ആശ എന്നുള്ളതാണ് അതിൻ്റെ രാഗം എന്നുള്ളതാണ് ഉദ്ദേശം. ആയാന്തി നിര്യാന്തി, വരെയും പോവുകയും ചെയ്യുന്നു. ഈ വരെയും പോവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളിൽ അത് വിഷയം എന്ന് പറയുന്നത്. ഈ പല പദാർത്ഥങ്ങളിൽ പല വിഷയങ്ങളിൽ ആയാന്തി നിര്യാന്തി വന്നും പോയിക്കൊണ്ടിരിക്കുന്ന അനിത്യ പദാർത്ഥങ്ങളിൽ ആശ്രയിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ബദ്ധത മൂഢത എന്ന് പറയുന്നത്. അത് ആർക്കും മൂഢമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിത്യമായിട്ടുള്ള പദാർത്ഥം ജീവൻ എന്നുള്ളത് ഉണ്ടാകുന്ന സമയത്ത് കൂടെ അനിത്യമായിട്ടുള്ള ശരീരാദികളിൽ നമുക്ക് തോന്നുന്നതാണ് മൂഢത്തരം എന്നുള്ളത്. അത് സൂക്ഷ്മ സ്ഥൂലത്തിനെ മനസ്സിലാക്കുന്ന സമയത്തുള്ളതായ അവസ്ഥ. അത് ഊർധ്വമുച്ചൈഹി നിര്യാന്തി, അതാ ഊർധ്വമുച്ച ഇതിന് മേലെയും ഇതിന് താഴെയും, ഉച്ചൈഹി ഇതിന് ശേഷം എന്നുള്ള അർത്ഥത്തിലും കർമ്മധൂതേന ജവേന നീത, നമ്മൾ മുൻകൂട്ടി ചെയ്തിരുന്ന കർമ്മം അത് ഞാൻ തരാം നമ്മൾ കൂട്ടിക്കൊണ്ട് പറയുന്നു. ഏതമാഹുദേത്വമാനം വന്ന് യാഗം ചെയ്ത് ഞാൻ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകും. കളക്ടർ നമ്മൾ അങ്ങനെയാണ് ആദരിക്കുന്നത്. ഒരു നിക്കിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതുപോലെ എന്നാ വഴക്കം എല്ലാം വെച്ച് ആചാരാളെ ഇങ്ങനെ പൂർണ്ണ കുംഭം വെച്ച് വിളിക്കുന്നത് പോലെ ഉച്ചൈഹി സ്വകർമ്മധൂതേന ജവേന നീത, നമ്മളെ കർമ്മം എന്നുള്ളത് വേദത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ കർമ്മം എന്നുള്ളത് അത് ചിത്തശുദ്ധിക്കായിട്ട് ചെയ്യുന്നതാണ്. അത് ദാനാദികളാണ്. അത് വിദ്വാൻകൾ അറിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനങ്ങൾ ഉണ്ടാവുക. ഇല്ലെങ്കിൽ മൂഢൻ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. മൂഢൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യത്തിൽ നാളെ എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥ. എത്ര വലിയൊരു പൊസിഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളേക്ക് ഈ പൊസിഷൻ ഉണ്ടാവണം നിർബന്ധമില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. അതായത് ഭൗതികമായോ ആധ്യാത്മികമായോ ആദിദൈവികമായോ ആദിഭൗതികമായോ ആത്മീയമായ കാരണങ്ങൾ കൊണ്ട് പലവിധത്തിൽ നിങ്ങൾ വരാം. ശാരീരികമായ കാര്യങ്ങൾ, അതായത് ഭൗതികമായതുകൊണ്ട്, അതേപോലെ ദൈവികമായത് ഇന്ദ്രിയ സംബന്ധിയായിട്ടുള്ളത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലതുകൊണ്ട് ഏത് സമയത്തും ശരീരസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ഈ ഉള്ളതായത് പുണ്യം തീർന്നു കഴിഞ്ഞാൽ ആ ഉള്ളതായ സുഖങ്ങളുള്ള അവിടെ നിലക്കുന്ന ഒരവസ്ഥയാണ്. ശബ്ദാദിവി പഞ്ചവിരേവ പഞ്ച, ഘ്രാണരസം ശബ്ദാദിവി പഞ്ച, അതായത് ഘ്രാണം, രസം, ചക്ഷു, ത്വക്ക്, ശ്രോത്രം എന്നുള്ളതാണ് ഈ അഞ്ച്. ഈ അഞ്ചിന്ദ്രിയങ്ങൾ കൊണ്ട് അഞ്ച് അർത്ഥങ്ങൾ അറിയുന്നത്. ശബ്ദാദിവി പഞ്ചവീരേവ പഞ്ച പഞ്ചത്വമാഭൂ, പഞ്ചാണ് മരണത്തെ അറിയുന്നത്. സുഗുണേന ബദ്ധാഹ, ഗുണബദ്ധമുള്ളതുകൊണ്ട്. അപ്പോൾ ഗുണിബദ്ധമായാൽ, ഗുണബദ്ധം എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ നോക്കാം. ഗുണിബദ്ധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നർത്ഥം. ഗുണി എന്നുള്ളത് ഈ ജ്ഞാനം എന്നുള്ളത് കൊണ്ടാണ് ജ്ഞാനത്തിനാല് പ്രതിബന്ധകമായിട്ടുള്ളതായ വിഷയങ്ങൾ നമുക്ക് വിഷയത്തിൽ താതാത്മ്യത്തിൽ നമ്മൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ മൂഢത്തരന്ന് വരുന്നത്. അപ്പോൾ ഈ മൂഢത്തരത്തിനെ ഒഴിവാക്കാനാവുക വെച്ചാൽ അധ്യാസമാണ്. ഈ അധ്യാസത്തിന് അങ്ങനെ ഒഴിവാക്കാൻ എളുപ്പമല്ല. അതായത് നമുക്ക് അങ്ങനെ ആയിപ്പോയി, പഴകിപ്പോയി. ഇത് നമ്മളെ ബന്ധുക്കൾ, ഇത് നമ്മളെ ആളുകൾ, ഇവർ കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക്. അതേപോലെ ഇതെൻ്റെ വീട്, ഇതെൻ്റെ വസ്ത്രം, ഇതെൻ്റെ സ്ഥലം, ഇതെൻ്റെ ശരീരം എന്നുള്ളത് അങ്ങനെ അല്ല. ഇത് മിഥ്യയാണ്, ഇത് മായികയാണ്, ഇത് സത്യമല്ല എന്ന് പറയൽ എളുപ്പമൊന്നുമല്ല. അത് അത്രയും സൂക്ഷ്മമായ ചിന്ത നമുക്ക് ബുദ്ധിയിൽ കയറേണ്ടതായിട്ടുണ്ട്. അത് നിത്യാഭ്യാസം ചെയ്യേണ്ടതുണ്ട്. അറിഞ്ഞു കഴിഞ്ഞാലും കൂടെ വീണ്ടും നമ്മൾ പഴയതിൽ തന്നെ പ്രവർത്തിക്കും, തുടർന്നു പോകും. എന്താ വെച്ചാൽ ഇതില്ലാണ്ട് നമുക്ക് ജീവിക്കാനാവുന്നില്ലല്ലോ. പക്ഷെ ഒരു ദിവസം പകുതി നേരം ഉറങ്ങിയിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഉറങ്ങുന്ന സമയത്ത് നമുക്കൊരു ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഈ ഉറങ്ങിച്ച സമയത്ത് എത്ര പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശയാണ് ആ അവസ്ഥയ്ക്ക് കാരണം. അപ്പോൾ 3 ദിവസം വെള്ളം കുടിക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ കൂടെ മരിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് 3 ദിവസത്തിന് ശേഷമായ മരിക്കും. അതായത് ജലത്തിൻ്റെ സൂക്ഷ്മമായ ഭാഗമാണ് മനസ്സായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ ആ മനസ്സ് എന്നുള്ളത് പോയി കഴിഞ്ഞാൽ പിന്നെ ജലാംശ ശരീരത്തിൽ ഇല്ലെങ്കിൽ പാർശ്വാംശം ഉണ്ടാവില്ല. പാർത്ഥിവത്തിന് ഈ വേഷ്ടിയും കുറുക്കും വിലക്കും ഇല്ലതുപോലെ ഭൂമിയിൽ കുറുക്കും വിലക്കുമായിട്ട് ജലാംശം ഇല്ലതുകൊണ്ട് ആ ജലാംശത്തെ ആശ്രയിച്ചിട്ടാണ്. അതിൽ തേജോപന്ന ദേവത ഇല്ലതുകൊണ്ട് തേജോപന്ന ദേവത എല്ലാത്തിലും ഉണ്ട്. എന്നാലും സ്ഥൂലഭൂതം ഉണ്ടാവാൻ കാരണം അത് ത്രിവികരണം. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ ശബ്ദാധിപി പഞ്ചവീരേവ പഞ്ചസമാഭൂ സ്വഗുണേന ബദ്ധ, ഗുണബദ്ധം ആയതുകൊണ്ട്
ഗുണിബദ്ധത എന്നുള്ളത് അറിയാത്തതുകൊണ്ട്. ഗുണിബദ്ധത എന്നുള്ളത് ശാസ്ത്രത്തിലുള്ളത് ശാസ്ത്രകാരന്മാരിൽ നിന്നോ ശാസ്ത്രത്തിൽ ഗുരുമുഖമായിട്ട് അറിയണം. അല്ലാണ്ട് അത് അറിയാനാവില്ല. അദ്ദേഹത്തിന് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം വായിച്ചാൽ അവിടെ നിർത്തും, പല സംശയങ്ങൾ വരും. ഗുരുമുഖമാകുന്ന സമയത്ത് ഇതിങ്ങനെ തന്നെയാണ് പോകേണ്ടത്. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് ബസ് പോകുന്ന പോലെ ട്രെയിൻ പോകില്ല. അതുപോലെ പ്ലെയിൻ ആയി കഴിഞ്ഞാൽ പ്ലെയിനിൽ കയറി ആ റൂട്ടിലേ അത് പോകില്ല, വേറെ റൂട്ടിലെ പോയി കഴിഞ്ഞാൽ ഇറങ്ങേണ്ട സ്ഥലംപടി ശരിയാവില്ല. അതുപോലെ പഞ്ചത്വമാവസ്തു ഗുണേന ബദ്ധ, ഗുണബദ്ധതയെ അറുക്കുന്ന സമയത്ത് ഗുണിബദ്ധതയാവുന്ന സമയത്ത് വിഷയജ്ഞാനം വരുമ്പോൾ വിഷയജ്ഞാനം പോകും. പുരംഗമാതംഗ പതംഗ മീന ബൃന്ദാനര പഞ്ചഭിരഞ്ജിതക്കും. ഇതിൽ ഓരോന്നിനെയും ഓരോരോ സുഖം കൂടിയും കുറഞ്ഞിട്ടാണ്. 5 ഗുണവും മനുഷ്യന് മാത്രമേ അനുഭവിക്കാൻ പറ്റില്ല. കുരംഗ മാതംഗ, ആനക്ക് എന്ന് പറഞ്ഞാൽ തൊടു സുഖമാണ്, തൊടുന്നതിലാണ് സുഖം. കുരംഗ മാതംഗ, മാൻ എന്ന് പറയും കുരംഗം എന്ന് പറഞ്ഞാൽ. മാതംഗം എന്ന് പറഞ്ഞാൽ ആന. മാതംഗ ദർശന സുഖം മാത്രമാണ് ചില ജീവികൾ. അത് ഓരോ ഇന്ദ്രിയങ്ങളും ഓരോന്നിനും കൂടി കൂടി വരും. മത്സ്യത്തിന് പതംഗ പക്ഷി, പതംഗ മീനാഹ മത്സ്യം, മൃഗാ നരാഹ മൃഗങ്ങള്, അതിനുശേഷം മനുഷ്യൻ 5 അറിയാൻ പറ്റും. പഞ്ചവിരഞ്ജിതക്കും. ശബ്ദാഭിപഞ്ചവിരേവ പഞ്ചത്വമാവസ്തുഗുണേന ബദ്ധാഃ. 5 വിധത്തില് അന്തന്ത ഗുണത്തിനാൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ജീവിക്ക് 1 സുഖം, മറ്റൊരു ജീവിക്ക് 2 സുഖം, മറ്റൊരു ജീവിക്ക് 3 സുഖം, മറ്റൊരു ജീവിക്ക് 4. മനുഷ്യന് 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു സമയത്ത് 1 ഇന്ദ്രിയം കൊണ്ട് നമ്മൾ മനുഷ്യന് മനസ്സിലാക്കുന്നുള്ളൂ. അത് പെട്ടെന്നാവുന്നതുകൊണ്ട് ആത്മമനസായ ഇന്ദ്രിയ അത്യന്ത പ്രത്യക്ഷനിൽ ഒരു കൊള്ളിക്കട്ടൊക്കെ കയറ് കെട്ടി ചുറ്റുമ്പോൾ ഒരു റൗണ്ട് തോന്നുന്നത് പോലെ അത് വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോ സമയത്തും ഓരോ ഇന്ദ്രിയങ്ങളും തനിത്തനിയായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട്, ഒരേ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നും ആ സംവേദനത്തിൽ ഒരേ വേഗത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് ശബ്ദം കേൾക്കുന്നതും കാണുന്നതും ഒരേ സമയത്ത് പോലെ തോന്നുന്നു മാത്രമേ ഉള്ളൂ. ആണ് ഈ ജീവനായി കഴിഞ്ഞാൽ പ്രാണികൾക്ക് ദുഃഖം മാത്രം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഓരോ പ്രാണികൾക്കും ഓരോ വിശേഷം മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ പ്രസവം എന്ന് പറയുന്നത് വാഴ ഒരു തടവേ കുഴപ്പമില്ല. അതേപോലെ ചില ജീവികൾ ഒരു പ്രാവശ്യം പ്രസവിക്കുള്ളൂ, ചില ജീവികൾ ഒരുപാട് പ്രാവശ്യം പ്രസവിക്കും. അതേപോലെ ചില ജീവികൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ സംസർഗമുള്ളൂ. അതേപോലെ ഞാൻ തൊടുണർച്ച മാത്രം ചില ജീവികൾക്ക്, അത് ആനയ്ക്ക്. അതേപോലെ മത്സ്യത്തിന് പാർവ. അതേപോലെ ഓരോന്നിനും ഓരോ തരത്തിലാണ് അതിൻ്റെ സുഖം. ഈ 5 ഇന്ദ്രിയ സുഖം മനുഷ്യന് മാത്രമാണ് ഇവിടെ പറയുന്നത്. കുരംഗമാതംഗ പതംഗ മീന ഭൃംഗ നര പഞ്ചവിരഞ്ജിതക്കും. ദോഷേണ തീവ്രോ വിഷയ കൃഷ്ണസർപ്പ വിഷാദവി. ദോഷേണ തീവ്രോ വിഷയ കൃഷ്ണസർപ്പ വിഷാദവി. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിന് മന്ത്രം ഔഷധി ചെയ്തു കഴിഞ്ഞാൽ, മന്ത്രോ ഔഷധിയോ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത്. ആണാ ദോഷോ തീവ്രോ വിഷയ, ഈ വിഷയത്തിലുള്ള ആസക്തി അത് അത്യാസക്തിയായി മാറിയത്. എന്താ വെച്ചാൽ ഇതുകൊണ്ടാണ് സുഖം, ഇതുകൊണ്ടാണ് സുഖം. അത് പാമ്പ് കടി പോലെയല്ല. വിഷം നിഹന്തി ഭോക്താരം ദ്രഷ്ടാരം ചക്ഷുഷാപ്യം. ഈ വിഷയസുഖം എന്നുള്ളത് കണ്ണ് പോലെ എല്ലാ ഇന്ദ്രിയത്തിനും കൊണ്ടും അത് പിടിച്ചു ഇഴുക്കപ്പെടുന്നുണ്ട്. വിഷം നിഹന്തി ഭോക്താരം, കഴിച്ചോനെ വിഷത്തിനെ കൊണ്ടുള്ള പ്രശ്നം വരും. പാമ്പ് കടിച്ചാലേ വിഷം വരുന്നില്ല. പാമ്പില്ലതുകൊണ്ട് മാത്രം വിഷം നമ്മുടെ ശരീരത്തിൽ കയറും. വളരെ വിഷം കുടിച്ചാലേ വരും. പക്ഷെ ഇന്ദ്രിയം എന്നുള്ളത് കാണുമ്പോൾ തന്നെ അതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ദോഷോ തീവ്രോ വിഷയം വരുന്ന സമയത്ത് അത് വേണമെന്നില്ല, ആശ വിടുന്നേ ഇല്ല. പക്ഷെ വിഷം എടുത്ത് കഴിക്കാൻ മാത്രമേ വിഷത്തിന്റെ എഫക്ട് കാണിക്കൂ. ദോഷേണ തീവ്രോ വിഷയ കൃഷ്ണസർപ്പ വിഷാദവീ. വിഷം നിഹന്തി ഭോക്താരം ദ്രഷ്ടാരം ചക്ഷുഷാസ്യം. കണ്ണ് പോലെ ഇരിക്കുന്ന 5 ഇന്ദ്രിയങ്ങളും കാണുന്ന സമയത്ത്, അത് കേൾക്കുന്ന സമയത്ത്, അത് സ്പർശിക്കുന്ന സമയത്ത് അത്
രുചിക്കുന്ന സമയത്ത് അത് ആ ഗന്ധം അറിയുന്ന സമയത്ത് അത് നമ്മളെ വിഷയം നമ്മളെ പിടിച്ചൊഴുക്കുന്ന നമ്മളാ ആ വിഷയജ്ഞാനത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല, ധർമ്മിജ്ഞാനത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. ധർമ്മജ്ഞാനത്തിലാണ് ചുറ്റി അതിൽ നിന്ന് വീണ്ടും വിഷയത്തിൽ വിഷയാന്തരത്തിലേക്ക് പോയി പ്രവാഹാനാദിയായിട്ടുള്ള ദുരിതത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. വിഷയാശ മഹാപാശാത്. ഈ വിഷയാശ എന്നുള്ളതാണ് പാസം എന്ന് പറയുന്നത്. അത് വേണം, ഇല്ല ബസ് വേണം, ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു പ്ലെയിൻ വേണം, സ്വന്തമായിട്ട് ഒരു ഏക്കർ നിലം വേണം. ഇങ്ങനെയില്ല വിഷയാശ. അതുകൊണ്ട് ഇതൊന്നും ഇല്ലാണ്ടിരിക്കണം എന്നല്ല പറയുന്നത്. വിഷയാശ മഹാപാശ യോ വിമുക്ത സദുസ്ത്യജാത്. യോ വിമുക്ത ദുസ്ത്യജാത്. ഈ ദുഃഖത്യാഗം, അതായത് വിടാൻ പറ്റൂല എന്നുവെച്ചാല് അത് കൊടുക്കുന്നത് മനസ്സിന്റെ ഇഷ്ടം. യോ വിമുക്ത, അത് അതിൽ നിന്ന് ആര് വിമുക്തി അടയുന്നു, ഈ വിഷയസുഖത്തിൽ നിന്ന് ആര് വിമുക്തരാകുന്നു. സയേവ കൽപ്പതേ മുക്തൈ. ഈ വിഷയസുഖത്തിലെ ദുഃഖം എന്ന് പറഞ്ഞിട്ട് അതിനെ ആര് ത്യാഗം ചെയ്യുന്നു അത് മുക്തൻ. നാന്യഃ ശാസ്ത്രവേദ്യവി. 6 ശാസ്ത്രം അറിയാമെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. വിഷയാശ എന്നുള്ളത് വിട്ടു കഴിഞ്ഞാൽ മാത്രമേ എന്തിനും പ്രയോജനമുള്ളൂ. ആ ഒരു വിഷയസുഖ ആത്മീയ വിഷയജ്ഞാനം കിട്ടിയതായിട്ടാകും. അപ്പോൾ വിഷയജ്ഞാനം കിട്ടിയതിന്റെ ലക്ഷണം, അതായത് സന്യാസം, കാമ്യകർമ്മത്യാഗം. കാമ്യമായ ഏതൊരു പൊരുൾ വെച്ചാൽ അതിനെ കൊണ്ടുള്ള ദുരിതങ്ങൾ കൂടുതലേ ഉള്ളൂ. അതായത് കാതിനെ ഗുണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലതും കേൾക്കുന്നു, കണ്ണിന് ഗുണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പലതും കാണുന്നു. അത് ചില സമയത്ത് ഗുണം തന്നെയാണ്, പല സമയത്തും അത് ദോഷമായിട്ടും സംഭവിക്കുന്നുണ്ട്. വിഷയാശ മഹാപാശായോ വിമുക്ത ദുസ്ത്യജാത്. ദുഃഖേന ത്യാഗം ചെയ്യേണ്ടത്, അത് ചെയ്തു കഴിഞ്ഞാൽ ഫലം മുക്തി. ആ ദുഃഖത്തിൽ നിന്ന് ത്യാഗം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ അവസ്ഥ തന്നെ വീണ്ടും തുടർന്നില്ല. വിഷയാശ മഹാപാശ. എങ്ങനെ നമ്മൾ ആശപ്പെട്ട തരത്തിൽ വീട് കെട്ടുന്നോ, എങ്ങനെ നമ്മൾ ആശപ്പെട്ട തരത്തിൽ കാര്യങ്ങൾ ചെയ്തുണ്ടാക്കുന്നോ, ഒരു സാധനം ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നോ, അതേപോലെ ആശപ്പെടുന്ന തരത്തിലുള്ള ജന്മത്തിന് കാരണം നമ്മുടെ പ്രവൃത്തി തന്നെയാണ്. അപ്പോൾ ആ പ്രവൃത്തിയിൽ നിന്ന് ധർമാധർമ്മത്തിൽ നിവൃത്തിയാകുന്ന സമയത്ത് ആത്മജ്ഞാനം അവതരിക്കുന്നത് മാത്രമാണ് മുക്തി എന്നുള്ളത് തന്നെയാണ് സിദ്ധാന്തം. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ശരീരമില്ല, പിന്നീട് ദുഃഖം എന്നുള്ളതില്ല. അത് ന്യായശാസ്ത്രത്തിലും തത്വജ്ഞാന ദോഷനിവൃത്തെ എന്നാണ് പറയുന്നത്. തത്വജ്ഞാനത്തിലും സകലവിധ ദോഷങ്ങളും പോകുന്നതോടുകൂടി ദുഃഖം എന്ന് പറയുന്നത് ആനന്ദം ഉണ്ട് എന്ന് അവർ പറയുന്നില്ല, പക്ഷെ ഉണ്ട് എന്നുള്ളതിനെ ബാധിക്കുന്നില്ല എന്നുള്ളത് അഭാവാധികരണവാദികളുടെയായ അർദ്ധവൈനാശികളുടെ വിഷയാശ മഹാപാശായോ വിമുക്ത സുദുസ്ത്യജാത് സയേവ കൽപ്പതേ മുക്തൈ നാന്യശാസ്ത്രവേ. 6 ശാസ്ത്രം അറിയാവുന്ന കാര്യമില്ല, വേറെ മുഴുവൻ ചൊല്ലാൻ അറിയാവുന്ന കാര്യമില്ല. ആത്മാവിന്റെ സ്വരൂപ ലക്ഷണം, തടസ്ഥ ലക്ഷണം അറിഞ്ഞ് അതിൻ്റെ ആ താദാത്മ്യത്തെ, പദങ്ങളിൽ അവ്യവിചരിതത്വത്തെ മനസ്സിലാക്കി അവ്യവിചരിത പദാർത്ഥത്തിലുള്ള താത്വികത്തെ നമ്മൾ ഉണരുന്ന സമയത്ത് മാത്രമാണ് ഉള്ളത് തന്നെയാണ് അത് അനുഭവിക്കുക വേണ്ടു, അതിന് താതാത്മ്യത്തെ അടയേ വേണ്ടു, അല്ലാതെ അത് പ്രാപിക്കലല്ല. മറ്റൊരാൾക്ക് പറഞ്ഞാൽ ഇവിടുന്ന് പോകാൻ പറ്റും. ഇവിടെ തന്നെയുള്ള സാധനം ആയതുകൊണ്ട് ഇവിടെ തന്നെ ഉണരണം എന്നല്ലാതെ പോയി അടയേണ്ട ഒരു പദാർത്ഥം അല്ല എന്നല്ലാണ് അടുത്ത വിഷയം. ആപാദ വൈരാഗ്യവതീ മുമുക്ഷൂൻ. വൈരാഗ്യമുള്ളവൻ, മോക്ഷേച്ഛയുള്ളവൻ, ഭവാബ്ധിപാരം, സംസാരം എന്നുള്ള സമുദ്രത്തിന്റെ അറ്റമായത് പ്രതിയാതുമുദ്യതാൻ, പോവാനുള്ള അദ്ദേഹം ഉദ്യമം ചെയ്യണം, എന്നാൽ പരിശ്രമിക്കണം എന്നർത്ഥം, ഗുരു ഉപദേശം വേണം എന്നർത്ഥം. ആശാഗൃഹോ മധ്യയതേന്തരാളെ. ആശയാന്നുള്ളതായ ഗൃഹം മുഴുകടിക്കപ്പെടുകയാണ്. ആശ എന്നുള്ളത് നമ്മളുടെ ശരീരം എന്നുള്ളതായ ഈ ഭുവനം എന്നുള്ളതായ ഇതിൽ തന്നെ ചുറ്റി കറങ്ങുകയാണ്. അതുകൊണ്ട് ഇതിൽ എന്താ പറയേണ്ടത്, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ പോലെ ആയിക്കൊണ്ടിരിക്കുക. ആശാഗൃഹോ മധ്യയതേന്തരാളെ, മധ്യത്തിൽ നടത്തും. അന്തരാളം എന്നുള്ളത് രണ്ടിൻ്റെ ഇടയിൽ നടത്തും. രണ്ടും തന്നെയാണെന്നുള്ള അവസ്ഥയിൽ ആത്മീയ അവസ്ഥ എന്നുള്ളത് നിരവശേഷമായ നിത്യസത്യമായിട്ടുള്ള അനാത്മ ശുദ്ധബുദ്ധ മുക്ത സ്വഭാവമായിട്ടുള്ള ആ ബോധസ്വരൂപത്തിലാണ് ശരിയായിട്ടുള്ള സ്വരൂപം. നിഗൃഹ്യ കണ്ഠേ വിനിപത്യവേഗാനേ. ആശാഗൃഹോ മധ്യേതേന്തരാളെ നിഗൃഹ്യ കണ്ഠേ വിനിപത്യവേഗാത്. അത് കണ്ഠം കൊണ്ട്, കഴുത്തുകൊണ്ട് വിനിപത്യ വേഗാത്, ആ വേഗത്തെ വിനിവർത്തനം ചെയ്യണം. എങ്ങനെയുള്ളത്? ആശ എന്നുള്ളത് വിനിവർത്തനം ചെയ്യണം, ആശയില്ലാണ്ടാണ്. അപ്പോൾ എന്നാൽ നിഗൃഹ്യ കണ്ഠേ, നിഗ്രഹം ചെയ്യണം.
ആശയെ നിഗ്രഹം ചെയ്യും. ആശ നിഗ്രഹം ചെയ്താൽ മാത്രമേ സമസ്ത കാരണത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ സമസ്ത കാരണത്തിന്റെ കാര്യരൂപമാണ് പ്രപഞ്ചം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ കാര്യമനിത്യാണ്. കാര്യത്തിലും ആ കാരണം നിത്യമായിട്ട് തന്നെയുണ്ട്, ആ കാരണം നിരവയവമായിട്ട് തന്നെയുണ്ട്. പക്ഷെ അത് നമുക്ക് സാവയവമായിട്ട് തോന്നുന്നില്ലല്ലോ. അത് സന്നികർഷവേദ്യമായ ദൃഷ്ടിയായതുകൊണ്ടും ജ്ഞാനദൃഷ്ടി അല്ലാത്തതുകൊണ്ടും. അപ്പൊ വിജ്ഞാന ദൃഷ്ടി ആകുന്ന സമയത്ത് അതിൻ്റെ യഥാർത്ഥതാഭാവം യാഥാത്മ്യം എന്നില്ല. ആത്മാ എപ്പോഴും ഒരുപോലെ തന്നെയാണ്, നിരവയവമായിട്ട് തന്നെയാണ്. അത് അവഞ്ചീകൃതമായിട്ട് തന്നെ, പഞ്ചീകൃതമായിട്ടല്ല നമ്മൾ കാണേണ്ടത്, അവഞ്ചീകൃതമായിട്ട് തന്നെ കാണണമെന്ന് മനസ്സിലാവുന്നുള്ള അവസ്ഥ. ആപാദ വൈരാഗ്യപദോ മുമുക്ഷുൻ ഭവാഭിപാകം പ്രതിയാതുമുദ്യതാം. സംസാരം എന്നുള്ളതിന്റെ സമുദ്രത്തിന്റെ അക്കരെ കാണണമെന്നുണ്ടെങ്കിൽ വൈരാഗ്യം എന്നുള്ളത് ഉണ്ടാവണം. മോക്ഷമെന്നുള്ളതുണ്ട്. നിത്യാനിത്യ വസ്തു വിവേകണം. നിത്യത്തിൽ മാത്രം താല്പര്യമുണ്ടോ, അനിത്യത്തിൽ താല്പര്യം പോകണം. അതാഗ്രഹോ മധ്യേതേന്തരാളെ. ഇത് മധ്യത്തിൽ ആശ എന്നുള്ളതായ വിഷയാശ എന്നുള്ളത്, ഈ ഭോഗാശ എന്നുള്ളത്, സ്ഥൂല പദാർത്ഥത്തിൽ താല്പര്യം എന്നുള്ളത്, അത് നമ്മൾ നിഗ്രഹിക്കാതെ നിവർത്തേകാത് അതിനെ നിഗ്രഹം ചെയ്ത് അതിനെ നിവൃത്തി ഏർപ്പെട്ട് നിവൃത്തി മാർഗത്തിൽ വരണം. പ്രവൃത്തി മാർഗത്തെ വിട്ടാൽ മാത്രമേ വൈരാഗ്യം എന്നുള്ളതാവുള്ളൂ. അല്ലാണ്ട് അത് വേണ്ട വെച്ചതുകൊണ്ടാവില്ല. അസുഖം വന്ന സമയത്ത് നമ്മൾ ഒന്നും കഴിക്കുന്നില്ല, അതുകൊണ്ട് എല്ലാത്തിനും ത്യാഗം ചെയ്തു പോകാൻ പറ്റില്ല. എല്ലാം വേണ്ടുന്ന സമയത്ത് തന്നെ ത്യാഗം ചെയ്യുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണമെന്നല്ലാണ്. അത് ആത്മീയമായ അവസ്ഥയെ നമുക്ക് എല്ലാ സമയത്തും എത്താൻ പറ്റിയെന്ന് വരില്ല. എല്ലാ സമയത്തും തുടർന്ന് ആത്മീയതയെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. ആ ചർച്ച ചെയ്തില്ലെങ്കിൽ അത് മറന്നു പോകുന്നില്ല അവസ്ഥ. സ്മരണം ആത്മാ ജ്ഞസ്വാഭാവിക. സ്മരണം എന്നുള്ളത് ആത്മാവിന്റെ ജ്ഞാനസ്വഭാവമാണ്. ജ്ഞാനസ്വഭാവം എന്ന് വെച്ചാൽ ബുദ്ധിയുപലബ്ധി ജ്ഞാനം അർത്ഥം തരണം. ബുദ്ധി ഉപലബ്ധി ജ്ഞാനം കിട്ടുന്നുണ്ട്, ഉപലബ്ധമായിട്ടുണ്ട്. ബുദ്ധിയാണത്. ആ കിട്ടുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉള്ള ജ്ഞാനം അറിയാമെന്ന് മാത്രമാണ്. അതിങ്ങനെ ഒരു തേങ്ങ കൊടുക്കുന്ന പോലെയോ മാങ്ങ വാങ്ങിക്കുന്ന പോലെയോ അല്ല. ഉപലബ്ധിനെ കിട്ടുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ നമ്മൾ ഉണരുക ചെയ്യണം. അല്ലാതെ മാങ്ങ വാങ്ങുന്ന പോലെ ഇങ്ങനെ വാങ്ങുക എന്നല്ല. അപ്പോൾ ഉപലബ്ധി ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉപലബ്ധമായിട്ടുള്ള ആ ജ്ഞാനം എന്നല്ലാതെ അത് വാങ്ങുന്ന ജ്ഞാനമല്ല, ഉള്ളതാണ് ജ്ഞാനം. ഉള്ളതിനെ ഉണരുന്ന സമയത്താണ് ഈ അനിത്യമായ പദാർത്ഥത്തിന് നിത്യമായ പദാർത്ഥം തന്നെയാണ് സ്ഥായിയായതെന്ന് പറയുമ്പോൾ അസ്ഥായിയായത് നമ്മൾ വിടുന്നില്ല. അതിൻ്റെ സത്യം. അതിനാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ സാധാരണ വരില്ല ഒരു മനുഷ്യന്. ഒരുപാട് പൂക്കളിൽ ഇഷ്ടമുണ്ടാവും. ചില ഒരു പൂവായിരിക്കും. ആ പൂ കണ്ട ഉടനെ വാങ്ങുന്നത്. പക്ഷെ അതിനെ വേണ്ട വെക്കാൻ അവരെ കൊണ്ടും ആവില്ല, സ്വഭാവ ബുദ്ധി കൊണ്ടും ആവില്ല. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ ഏത് സ്ഥായിയായത് ഏത് അസ്ഥായിയായത് അറിയണം. അത് നിത്യാനിത്യ വിവേകത്തിലൂടെ മാത്രമേ ആവുള്ളൂ. ആത്മജ്ഞാനത്തിലൂടെ മാത്രമേ, ജ്ഞാനങ്ങളുടെ സംസർഗത്തിലൂടെ മാത്രമേ ആവുള്ളൂ. വിഷയാഖ്യ ഗൃഹോ ഏന സുവിരക്യാസിന അതഃ വിഷയാഖ്യ ഗൃഹോ ഏന, വിഷയം എന്നുള്ളതായ വീട്, ഏന സുവിരക്യ അസിന, തന്നുടെ വൈരാഗ്യം എന്നുള്ള കത്തിയുണ്ട്. അസീന കത്തി. സുവിരക്യ നല്ല വൈരാഗ്യം. നല്ല വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നിത്യവസ്തു ഇത് തന്നെയാണ്, ഇതെല്ലാം അനിത്യവസ്തു ആണെന്നുള്ള നിശ്ചയജ്ഞാനം. അത് ആത്മജ്ഞാനം. അത് ഗുരുപദേശത്തിൽ മാത്രം വരും. ഇല്ലെങ്കിൽ ആത്മജ്ഞാനം നിശ്ചയമുള്ളവർക്ക് പറയുന്നത് കേട്ടിട്ട് അതിൽ ശ്രവണം ചെയ്ത് മനനം ചെയ്ത് യുക്തി കൊണ്ട് ചോദ്യം വീണ്ടും കൊണ്ട് ചോദിച്ച് ശരിയാണെന്ന് വന്ന സമയത്ത് അത് ദൃഢീകരിച്ച്, ഇല്ലെങ്കിൽ സംശയം ദൂരീകരിച്ചതിന് ശേഷം ദൃഢീകരിച്ച് ആ നിത്യത്തിലെത്തിപ്പെടുക. അത് ധ്രുവജ്ഞാനം എന്ന് പറയുന്നത്. ധ്രുവം എന്ന് പറയുന്നത് അശബ്ദമസ്പർശം അരൂപം അശബ്ദമസ്പർശം അരൂപം തഥാരസം നിത്യമകന്ധ വെച്ച അനാദ്യനന്തം മഹത പരം ധ്രുവം നീറ്റായത് നിത്യപദ പ്രവർത്തിച്ചത്. അത് അറിഞ്ഞിട്ടാണ് മൃത്യുപദത്തെ താണ്ടുന്നതാണ്. മൃത്യുപദ പ്രമുഖ്യത്. മൃത്യുപദത്തെ പ്രമുക്തമായതാണ് ധ്രുവപദം എന്നല്ല, അത് നിത്യപദം എന്നല്ല. ധ്രുവം എന്നുള്ളത് നക്ഷത്രത്തിന്റെ പേരായിരിക്കാം. അങ്ങനെ ഓരോ മനുഷ്യനും എത്തിപ്പെട്ടുന്നതാണ്, എത്തിപ്പെടുന്നില്ലാണ്. എത്തിപ്പെടാനുള്ള മാർഗം നമുക്ക് ഉപനിഷത്തിൽ പറഞ്ഞിട്ട്, ഉപനിഷത്തിൽ നയിക്കേണ്ട വേദത്തിന്റെ തലയാണ്. ആ തലയെ അറിഞ്ഞുകൊണ്ട് മാത്രമേ അവന് തലയുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. വിഷയാഖ്യ ഗ്രഹോയേന സുവിരക്യാസിന ഹതഃ. നല്ല വൈരാഗ്യം എന്നുള്ള കത്തി കൊണ്ട് അതിനെ വെട്ടണം എന്നുണ്ടെങ്കിൽ ആ വൈരാഗ്യം എന്നുള്ള വൈരാഗ്യ സമ്പന്നത എന്നുള്ളതായ ജ്ഞാനം നമുക്ക് ആവശ്യമുണ്ട്. വെറും ജ്ഞാനമല്ലാതെ ഓരോ ഉപനിഷത്തും ഓരോ തരത്തിൽ പറയുമ്പോൾ ആ ഉപനിഷത്ത് മാർഗങ്ങളെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അവസ്ഥ കാശകൃഷ്ണ എന്ന് പറയുമ്പോൾ ഉള്ള സമയത്ത് ഉണരാൻ പറ്റുമെങ്കിൽ മാത്രമേ മരണത്തിന് ശേഷം അത് ഉണ്ട് എന്നുള്ളത് പറയാനാവില്ല എന്നുള്ള ഉപനിഷത്ത് സിദ്ധാന്തം എന്നുള്ളത്. അങ്ങനെയുള്ള സിദ്ധാന്തം പുരാണാദികൾക്ക് കൂടെ അനുകൂലമായിട്ട് മാത്രമാണുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നമ്മ നിത്യത്തിൽ നിന്നും അനിത്യത്തിൽ നിന്നും വിവേകം കൊണ്ട് തന്നെ ആത്മീയ അധ്യാസത്തെ മനസ്സിലാക്കിയ അധ്യാസത്തെ ഉടച്ചത് വൈരാഗ്യത്തെ ഉണ്ടാക്കണം എന്നുള്ളതാണ് സത്യം. സഗതി സഗതി ഭവാംബോധേ അവം പ്രപഞ്ചമാകുന്ന സംസാരത്തിന്റെ
ആ സംസാരമാകുന്ന ജലത്തിന്റെ പാരത്തുന്നു എന്നാണ്. ഭവാംബോധേ പാരം പ്രത്യൂഹമർജിതം. ഊഹത്തിന് ആട ഇടവില്ല. അത് സംശയം എന്ന് പറയും. ഊഹം എന്ന് പറയുന്ന സമയത്ത് കൽപ്പനാക്കും താണ്ടിയിട്ടാണ്. തർക്കാപ്രദർശാനാഭിനമയോ മോക്ഷപ്രസംഗാന്നില്ല ബ്രഹ്മസൂത്രം അവിടെ വിഷയം. ഊഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യാപ്തിവ്യാപക ഭാവന ഏത് സാധ്യ സാമാനാധികരണത്തിനല്ല കിട്ടുന്നതല്ലാതെ. എന്താ വെച്ചാൽ ഇനി ഏത് സാധ്യ സാമാനാധികരണം പറയുന്നത് പരിമിത പദാർത്ഥമായിരിക്കണം. ഇത് അപരിമിതമായ പദാർത്ഥത്തിനാണ് നമ്മൾ ഹൃദയത്തിൽ സ്ഥാനവിദേശത്തിനാണ് ഉണർന്നത്. അത് ജലത്തിൽ നിൽക്കുന്ന താമര ആയാലും കൂടെ താമര ഇലയിൽ ജലം ഒട്ടുന്നില്ല എന്നുള്ളത് പോലില്ല. ആ ഒരു സാക്ഷിഭാസ്യത്വം എന്നുള്ളത് സകലത്തിലും അത് അവഞ്ചീകൃതമായിട്ടും പഞ്ചീകൃതമായിട്ടും അത് തന്നെയാണ് കാര്യമായിട്ടും കാരണമായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അറിയുന്നതാണ് അതിന്റെ മെയിൻ പൊസിഷൻ. സഗച്ഛതി ഭവാംബോധേ, അത് അറിവ് കൊണ്ടാണ് ആ എത്തുന്നു എന്ന് പറഞ്ഞാൽ ഉണരുന്നു ആടാർത്ഥം. ബോധേ പരം പ്രത്യൂഹവർജി, ഊഹങ്ങൾക്ക് അവിടെ ഇടവില്ലാത്തത്, ഊഹങ്ങളാൽ അനുമാനം ചെയ്യാൻ പറ്റാത്തത് അല്ല, അത് സ്വാനുഭവവേദ്യമായിട്ടുള്ള നിത്യസത്യം. വിഷയാസ്യഗ്രഹോയേന സുവിരത്യാസിനാ ഹതഃ സഗച്ഛതി ഭവാംബോധേ പാരം പ്രത്യൂഹവർജിതം വിഷമവിഷയമാർഗേ ഗച്ഛതോനം അനുച്ഛബുദ്ധേ. വിഷമവിഷയമാർഗോ, വിഷയമാർഗം എന്നുള്ളത് വളരെയധികം കഷ്ടമുള്ളതാണ്. അത് ദുരിതത്തിലേക്ക് പോകും. അത് ആ വിഷയങ്ങളിൽ നല്ല സംസർഗം ഉണ്ടാകുന്ന സമയത്ത് അത് ദുരിതം കുറയാനുള്ള വഴികളായി. വിഷമവിഷയമാർഗേ ഗച്ഛതോന അനച്ഛബുദ്ധേ, ഉച്ചബുദ്ധിയല്ലാതെ ഉയർന്ന ബുദ്ധിയല്ലാതെ അന്ന ബുദ്ധിയാണ്. വിഷമവിഷയമാർഗ, വിഷമമായതാണ് വിഷയമാർഗം. അത് വേണം അത് വേണം അത് വേണം ആശപ്പെടുന്നതുകൊണ്ട് അത് വന്നത് പൂർവ്വജന്മം ചെയ്ത് സുഹൃതം കൊണ്ടാണ്. അതല്ലാതെ അത് വേണം വിചാരിക്കുന്ന വരുന്നത് പദാർത്ഥമല്ലാതെ. ചെയ്തത് നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്തിട്ട് അവരെടുക്കുന്ന നമ്മൾ പുണ്യം കൊണ്ട് വാങ്ങുകയാണ്. അല്ലാണ്ട് അത് വെറുതെ കൊടുക്കില്ല. ഒരാൾ ഒരു പദാർത്ഥം വെറുതെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഫലം നമുക്ക് കിട്ടുന്നുണ്ട് എന്നർത്ഥം. വിഷമവിഷയമാർഗോ ഗച്ഛതോന അനച്ഛബുദ്ധേഹേ, ആച്ഛന്നമായ ബുദ്ധി. പ്രതിപദം അഭിയാത, ഓരോ പദത്തിൽ നമ്മൾ പോയെന്ന് അറിയേന്ന്. മൃത്യുരപ്യേഷ വിദ്ധി, ഓരോ നിമിഷം നമ്മൾ അറിയണം നമുക്ക് മരണം വരുന്നുണ്ട്. ഈ മരണത്തിന് ജയിക്കാനുള്ള ഉപനിഷത്ത് മാർഗം നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് അത് ഉപനിഷത്തിലുണ്ട് എന്ന് അറിയാൻ തന്നെ പലർക്കും ആവുന്നില്ല. പലരും ആത്മീയ വിഷയങ്ങളിലേക്ക് ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ശ്രദ്ധ വരില്ല. നമുക്ക് വയറ്റപ്പുഴപ്പിന് വേണ്ടിയിട്ട് നടക്കണം തോന്നും, വിഷയസുഖങ്ങളിലേക്ക് പോകണം തോന്നും, മറ്റുള്ളവർ പറയുന്നതായ ഇത് ശരിയെന്ന് തോന്നും. ഉപനിഷത്ത് മാർഗമോ വേദമാർഗമോ നമുക്ക് ശരിയെന്ന് തോന്നില്ല എന്നതാണ് വേറൊരു ഘടകം. അതിനാൽ ആരെയും കുറ്റം പറയേണ്ടതില്ല. നമുക്ക് യോഗമില്ലാത്തതുകൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എന്നിട്ട് ഉള്ള വിഷയമുള്ളൂ. പ്രതിപദമഭിയാതോ മൃത്യുരപ്യേഷ വിദ്ധി ഹിത സുജന ഗുരുപ്യ. ഹിതമായിട്ടുള്ളത് സുജനമായിട്ടുള്ളവൻ അവൻ ഗുരുവായിരിക്കും, അവൻ വേദാശാസ്ത്രങ്ങൾ അറിഞ്ഞവനായിരിക്കും. ഗുരുപ്യ ഗച്ഛത, അവന്റെ യുക്തിയും ഗൗരവമായതായിരിക്കും. ഗച്ഛത സ്വസ്യ യുക്യ, അത് തനക്ക് യുക്തമായിരിക്കും. സ്വസ്വരൂപാനുസന്ധാനമായിരിക്കും, തനക്ക് അനുസന്ധാനം ചെയ്യാൻ പറ്റുന്നതായ യുക്തിയായിരിക്കും. പ്രഭവതേ ഫലസിദ്ധി, അപ്പോൾ ഫലം നല്ലത് കിട്ടും, മോക്ഷം നല്ലത് അപ്പം. മോക്ഷം എന്ന് പറഞ്ഞാൽ ഒരു മാമ്പഴം കിട്ടുന്ന പോലെ കിട്ടുന്ന പദാർത്ഥമല്ല, അത് പ്രപഞ്ച തത്വം ഇതെന്ന് ഉണരൽ മാത്രം. പ്രഭവതി ഫലസിദ്ധി സത്യമിതേവ വിദ്ധി, അപ്പോഴാണ് സത്യത്തെ നമ്മൾ അറിയുന്നത് എന്നുള്ളതാണ് അവസ്ഥ. നമ്മളെ പറയാം. വിഷമവിഷയമാർഗേ ഗച്ഛതോ അനച്ഛബുദ്ധേഹേ, ബുദ്ധി നിൽക്കുന്ന ആച്ഛാദനം ചെയ്യപ്പെടുന്നു അവിദ്യ കൊണ്ട്. അത് അനാലിസിസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധി നിൽക്കുന്ന ആച്ഛാദനം ചെയ്യപ്പെടാതായി തീരുന്നു. അത് ശുദ്ധബുദ്ധിയാവുന്നു. ശുദ്ധബുദ്ധി നിൽക്കുന്ന ശുദ്ധബോധസ്വരൂപം നിൽക്കുന്ന കാരണീക ബോധസ്വരൂപം കാര്യത്തെ ജയിക്കാൻ പറ്റുന്ന അവസ്ഥ എന്നുള്ളത്. പ്രതിപദാഭിയാതോ, ഓരോ പദത്തിലും പോകുന്ന സമയത്ത് വീണ്ടും വീണ്ടും ചിന്തിക്കുന്ന സമയത്ത് ഗുരുപദേശമായ മാർഗത്തിലൂടെ പോകുന്നതുകൊണ്ട് അവ്യവിചരിതമായ ഉപനിഷത്ത് വാക്യങ്ങളെ അറിയുന്നത് കൊണ്ട് പ്രതിപദം അഭിയാതോ മൃത്യുരപ്യേഷ വിദ്ധി. മരണം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കി. ശരീരത്തിനാണ് മരണം, ജീവനല്ല. ജീവാത്മാ എപ്പോഴും വിജ്ഞാനാത്മാവിലൂടെ പരമാത്മാവിൽ എത്തിപ്പെടുന്നതാണെന്നൊക്കെ ബോധം. പ്രതിപദം അഭിയാതോ മൃത്യുരപ്യേഷ വിദ്ധി ഹിത സുജന ഗുരുവാക്യ.
ഹിതമായുള്ള സുജനത്തിനുടേത് സുജനമായ ഗുരു அந்த വാക്കിലും ഗൗരവമുണ്ട് സുജനത്തിലും ഒരു ഗൗരവമുണ്ട്. ആ ഗൗരവം എന്ന് പറയുന്ന സമയത്ത് ഗൗരവം ഇല്ലാത്തവർക്ക് അതിൽ അസൂയ തോന്നും. പക്ഷെ ആത്മവിദ്യയിൽ അസൂയ തോന്നുന്നത് ഒരു തെറ്റുമല്ല. ആത്മവിദ്യ വിട്ടിട്ടുള്ളതിൽ അസൂയ തോന്നുന്നത് നമുക്ക് മഹാഭാവത്തെ കൊടുക്കുന്നതാണ്. ഹിതസുജന ഗുരുക്യ ഗച്ഛതസ്വസ്യ യുക്ത്യ, അത് തനക്ക് യുക്തമായിരിക്കും, തന്നോട് യുക്തിക്ക് ശരീരപ്പെടും. അത് എന്താണ് ഏത് മാർഗത്തിലെ പോകണമെന്നില്ല ആത്മാവ് പറഞ്ഞു കൊടുക്കുന്ന കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്. വിജ്ഞാന സൗന്ദര്യത്തിൽ ഭവതി ഫലസിദ്ധി സത്യമിത്യേവ വിധി. ഫലസിദ്ധി എന്നുള്ളത് സത്യമാണ്. ആ സത്യഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപഗതി മാത്രമാണ്. അത് ആത്മാവിന്റെ സ്വരൂപമാണ്, അത് പരമാത്മ സ്വരൂപമാണ്, അത് ദേവത എന്ന് പറയാം, അത് ഈശ്വരൻ എന്ന് പറയാം, കടകോൾ എന്ന് പറയാം, ഗോഡ് എന്ന് പറയാം. ഭവതി ഫലസിദ്ധി സത്യമിത്യേവ വിധി. ഹരി ഓം.